നമസ്കാരം. ഫോക്കസ് ന്യൂസിലെ 5 മണി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. സെന്റ് ജോൺ LP സ്കൂളിലെ 74ാം വാർഷിക ആഘോഷങ്ങൾ നടന്നു. സെന്റ് ജോൺ LP സ്കൂളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ നദാൻ ചേരുന്നുണ്ട്. നദാൻ, അവിടെ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്? പറയൂ നദാൻ. ശ്രീ, ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോൺസ് LP സ്കൂളിലാണ്. ഇവിടെ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. ഈ സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ ഇവിടെയുണ്ട്. അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പേരെന്താണ്? എന്തൊക്കെ പരിപാടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പാട്ട് ഡാൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. സമ്മാനം കിട്ടിയോ? ടീച്ചറെ, കുട്ടികളെല്ലാം ഇവിടെ വളരെ സന്തോഷത്തിലാണ്. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ പ്രഥമാധ്യാപികയായ പ്രതിഭ ടീച്ചറാണ്. ടീച്ചറെ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 74ാം വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പരിപാടികളാണുള്ളത്. രാവിലെ കുറച്ച് കലാപരിപാടികൾ നടന്നതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ രാവിലെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പൊതുസമ്മേളനമായിരുന്നു. 5:30-6 മണിയാകുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീമതി രതീഷ് എണ്ണൂറായിരുന്നു അധ്യക്ഷനായിട്ട്. പിന്നെ അവാർഡ് ദാനത്തിനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സൂസൻ അച്ചൻകുഞ്ഞ്, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജരുടെ അനുസ്മരണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് അതൊട്ടും ഒരു കുറവായിട്ട് തോന്നുന്നില്ല. അത് പറഞ്ഞാൽ പോലും അതൊരു അത്രയല്ല, അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ 96-ലാണ് സ്കൂളിൽ വന്നത്. 1952 ഉണ്ടായ സ്കൂളാണ്. അന്ന് മുതൽ സാറ്, ഞാൻ കയറിയ 96 മുതൽ ഇപ്പം 30 വർഷത്തോളം ആകുന്നു. സാറ് ആ ഡിസംബർ സാറ് ഇവിടുന്ന് നമ്മുടെ കാലയവനിയയിൽ മറയുന്നതിന് വരെ, ആ കാലയളവ് വരെയും സാറ് ഒരു മകളെ പോലെ തന്നെയാണ് എന്നെ കരുതിയിരുന്നത്. ഈ സ്കൂൾ ഈ രീതിയിൽ മെച്ചപ്പെട്ടു വരാൻ ഏറ്റവും അധികം പ്രയത്നിച്ചത് ഞാനൊന്നുമല്ല, സാറാണ്. സാറിൻ്റെ ഒരു കൈത്താങ്ങില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സ്കൂൾ ഇങ്ങനെ നിൽക്കത്തില്ല. അത് എനിക്ക് എപ്പോഴും എടുത്തു പറയാൻ തക്ക ഒരു വിജയം തന്നെയാണ്. എന്നെ കൈപിടിച്ച് ഇവിടെ കയറ്റിക്കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. അവർ 2 മാസങ്ങൾക്ക് ഒരു 2 മാസത്തെ ഇടവേളയിലാണ് 2 പേരും മറഞ്ഞു പോയത്. അതും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷമം തന്നെയാണെങ്കിലും സാറിനെ എന്നും ഈ പടി ഇറങ്ങിയാൽ പോലും ഞങ്ങളാരും മറക്കത്തില്ല, ഞങ്ങളൊരധ്യാപകരും മറക്കത്തില്ല. അതുപോലെ ഇനി ആശംസകൾ അർപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സമീപ പ്രദേശത്തെ വാർഡുകളിലെ മെമ്പർമാരാണ്. ഇവരെല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും പരിപാടി ഒരു വർണ്ണാഭമായ ഒരു ചടങ്ങായി മാറ്റുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കലാപരിപാടികളാണ് ഉണ്ടായിരുന്നത്. ഈ കലാപരിപാടി എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. കുഞ്ഞുങ്ങൾ സഹിതം, LKG UKG കുഞ്ഞുങ്ങൾ സഹിതം അവർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അവതരണവും രീതികളും ഒക്കെ കൊണ്ട് നമ്മുടെ വാർഷികം വർണ്ണാഭമായിരുന്നു. തുടർന്ന് ബീട്രൂട്ട് എന്ന മ്യൂസിക് ട്രൂപ്പിൻ്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. വർണ്ണാഭമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു. പ്രിയപ്പെട്ട, നമുക്കറിയാം ഈ 2026 പോലും നമ്മൾ ഇരിക്കുമ്പോൾ, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, 26 പോലും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശം വലിയ ഒരു പട്ടണമായിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പോൾ 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന PV അലക്സാണ്ടർ സാറിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ PV ഡാനിയൽ സാറിൻ്റെയൊക്കെ പിതാവ് വർഗീസ് സാറ് തുടങ്ങി വെച്ച 3 സ്ഥാപനങ്ങളാണ് നമുക്ക് അന്ന് വിദ്യാഭ്യാസപരമായി ഈ പ്രദേശത്തുണ്ടായിരുന്നത്. അവരെന്തുകൊണ്ട് അങ്ങനെ തുടങ്ങിയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഒരു വിദ്യാഭ്യാസം വേണമെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ നടന്നു പോയി കൊട്ടാരക്കര സ്കൂളിലോ അല്ലെങ്കിൽ വെട്ടിക്കവല സ്കൂളിലോ പോയി പഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പഠിത്തമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ ഇവിടെ ആരും വളരണ്ട എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ പൂർവ്വ പിതാക്കന്മാരുടെ ചിന്തകളിൽ പിറന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ ഈ പഴിഞ്ഞം മനേർ എന്ന് പറയുന്ന ഈ വർഗീസ് സാറ്. ടീച്ചറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ഇനി നമ്മുടെ കൂടെ ചേരുന്നത് അധ്യാപകനായ ജിതിൻ സാറാണ്. പറയൂ സാർ. എല്ലാ വർഷത്തെയും പോലെ വളരെ മികച്ച രീതിയിലുള്ള ഒരു വാർഷികമാണ് ഈ വർഷം കഴിഞ്ഞത്. നമ്മുടെ 74ാമത് വാർഷികമായിരുന്നു.
അപ്പം ഓരോ വർഷവും നമ്മൾ പുതുമയുള്ള രീതിയിലുള്ള പരിപാടികളാണ് അറേഞ്ച് ചെയ്യുന്നത്. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി, അതിനുശേഷം കൊച്ചുങ്ങളുടെ വിവിധ കലാപരിപാടികളായിരുന്നു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി, അതിനുശേഷം എല്ലാ വർഷത്തെയും പോലെ ആ ഒരു ടൈം ഉച്ച തൊട്ട് നമ്മുടെ കൊച്ചുങ്ങളുടെ ചെറിയ രീതിയിലുള്ള പരിപാടികളായിരുന്നു. കഥ പറച്ചിൽ, പാട്ടുപാടൽ, അതൊക്കെയായിരുന്നു. ഏകദേശം ഒരു 4 മണിയോടുകൂടി നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടത്തി. അതിൽ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെയൊക്കെ ക്ഷണിച്ച് നല്ല രീതിയിലുള്ളൊരു ചടങ്ങായിരുന്നു അത് നടന്നത്. അതിനുശേഷം ഒരു 5 മണിയോടുകൂടി നമ്മുടെ വളരെ നല്ല രീതിയിലുള്ള നമ്മുടെ കലാമത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 8:30 വരെ നീണ്ടു നിന്ന കുട്ടികളുടെ പരിപാടിയും അതിനുശേഷം വെളിയിൽ നിന്നൊരു ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടിയിലാണ് നമ്മുടെ വാർഷികാഘോഷം അവസാനിച്ചത്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ വാർഷികാഘോഷം മികവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ എടുത്തൊരു തീരുമാനം ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു കലാമത്സരമാണ്. ഒരു കുട്ടിയെ പോലും നമ്മൾ സ്റ്റേജിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയിലില്ല. മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ വാർഷികം അതിമനോഹരമായി ഇവിടെ നടന്നത്.
ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ വാർഷിക പരിപാടികളും അടിപൊളിയായിരുന്നു. സെൻറ് ജോൺസ് LP സ്കൂളിൽ നിന്നും ക്യാമറാമാൻ മാധവനൊപ്പം നദാൻ.